മണിപ്പൂരിൽ ഈസ്റ്റർ പ്രവൃത്തി ദിനമാക്കിയ വിവാദ ഉത്തരവ് ബി.ജെ.പി. സർക്കാർ പിൻവലിച്ചു. ഉത്തരവിനെതിരെ വ്യാപക പ്രതിഷേധമുണ്ടായ സാഹചര്യത്തിലാണ് തീരുമാനം. സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിനമാണെന്ന കാരണം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈസ്റ്റർ ദിനവും ദുഃഖശനിയും പ്രവൃത്തി ദിനമായിരിക്കുമെന്ന് സർക്കാർ ഉത്തരവിറക്കിയത്. ഈസ്റ്റർ ഞായറും ദുഃഖശനിയും സാമ്പത്തിക വർഷത്തിലെ അവസാന ദിവസങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ബി.ജെ.പി. ഭരിക്കുന്ന മണിപ്പൂർ സർക്കാരിന്റെ അവധി പിൻവലിച്ചുള്ള വിവാദ ഉത്തരവ്. 2 ദിവസങ്ങളിലും സർക്കാർ ഓഫീസുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സ്വയംഭരണ സ്ഥാപനങ്ങൾ, സർക്കാരിന് കീഴിലുള്ള സൊസൈറ്റികൾ തുടങ്ങിയവയ്ക്ക് പ്രവൃത്തി ദിനമായിരിക്കുമെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. മണിപ്പൂരിൽ മാത്രമല്ല രാജ്യവ്യാപകമായി പ്രതിഷേധം ഉയർന്നതോടെ ഉത്തരവ് പിൻവലിക്കാൻ ബി.ജെ.പി. സർക്കാർ നിർബന്ധിതമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഉത്തരവ് അടിച്ചേൽപ്പിച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളിലും തിരിച്ചടിയാകുമെന്ന ഭയവും തീരുമാനത്തിന് പിന്നിലുണ്ട്. സർക്കാർ ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമാണെന്നും ക്രിസ്ത്യാനികളെ കൂടുതൽ അടിച്ചമർത്തുന്ന നടപടിയാണെന്നും യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം അടക്കം സംഘടനകൾ രൂക്ഷമായി പ്രതികരിച്ചിരുന്നു. മണിപ്പൂരിലെ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട കുക്കി ഗോത്ര വിഭാഗവും ശക്തമായി രംഗത്തു വന്നു. സർക്കാരിന്റെ തീരുമാനം ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വികാരത്തെ വ്രണപ്പെടുത്തുമെന്ന് മണിപ്പൂരിലെ ഇൻഡിജിനസ് ട്രൈബൽ ലീഡേഴ്സ് ഫോറം തുറന്നടിച്ചു. നാഗ വിദ്യാർത്ഥി സംഘടനകളും ഉത്തരവ് പിൻവലിക്കണമെന്ന് മണിപ്പൂർ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ മെയ് 3 മണിപ്പൂരിൽ പൊട്ടിപ്പുറപ്പെട്ട വർഗീയ കലാപത്തിൽ 500-ലധികം ക്രൈസ്തവ ദേവാലയങ്ങളാണ് തകർക്കപ്പെട്ടത്. 200-ലധികം ക്രൈസ്തവരായ കുക്കി വിഭാഗക്കാർ കൊല്ലപ്പെട്ടു. 100-ലധികം സ്ത്രീകൾ കൂട്ടമാനഭംഗത്തിന് ഇരയായി. 1 വർഷമായിട്ടും കലാപം അടിച്ചമർത്താനുള്ള ശ്രമം ബി.ജെ.പി. സർക്കാർ നടത്തിയിട്ടുമില്ല. മണിപ്പൂരിൽ 9 ജില്ലകളിൽ 5 90% പേരും ക്രൈസ്തവരാണ്. ഈയൊരു സാമൂഹ്യ പശ്ചാത്തലത്തിലായിരുന്നു ഈസ്റ്റർ ദിനമായ ഞായറാഴ്ച അവധി പിൻവലിച്ച് ബി.ജെ.പി. സർക്കാരിന്റെ വിവാദ ഉത്തരവ്. കൈരളി ന്യൂസ്, ദില്ലി.